വളയഞ്ചിറങ്ങര മന്ന വിദ്യാഭവനിൽ ഫലവൃക്ഷ തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചു. കുട്ടികൾ പരസ്പരം ഫലവൃക്ഷ തൈകൾ കൈമാറി. ഈ വർഷത്തെ പരിസ്ഥിതി ദിനം കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾക്കും ഹരിത വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളിൽ വളർത്തുന്നതിന്റെ ഭാഗമായി പരിസ്ഥിതി സന്ദേശങ്ങൾ എഴുതിയ വ്യത്യസ്ത തരത്തിലുള്ള പ്ലക്കാർഡുകളും ചാർട്ടുകളും പോസ്റ്ററുകളുമെല്ലാം കുട്ടികളെ കൊണ്ട് തയ്യാറാക്കിച്ചിരുന്നു. കുട്ടികൾ തയ്യാറാക്കിയ ചാർട്ടുകൾ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. എഴുത്തുകാരനും പരിസ്ഥിതി പ്രവർത്തകനും മനഃശാസ്ത്ര പരിശീലകനുമായ ജോഷി ജോർജ് ഫലവൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി വല്ലാത്ത മോശമായ ഒരു അവസ്ഥയിലാണ്. നമുക്ക് നല്ല ശുദ്ധവായു കിട്ടുന്നില്ല. ഇവിടെ സത്യത്തിൽ നിങ്ങളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട കുട്ടികളാണ്. ഞങ്ങളൊക്കെ ടൗണിലുണ്ടല്ലോ, ശ്വാസം മുട്ടുകയാണ്. കറുത്ത പുകയാണ് ഇങ്ങനെ കുമുകാന്നിങ്ങനെ വണ്ടികളിൽ നിന്നൊക്കെ അടിച്ചു പൊങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത്രയും പച്ചപ്പുള്ള ചെടികളുണ്ട്. പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലും ചെല്ലുമ്പോൾ പ്ലാസ്റ്റിക് കൊണ്ടുള്ള പൂക്കളും ചെടികളും ഒക്കെയാണ് കിട്ടുന്നത്, കാണാൻ പറ്റുന്നത്. നമുക്കിവിടെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പൂക്കളും ചെടികളും ഒക്കെ ഉണ്ട്. നല്ല വിശാലമായ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇതൊക്കെ നമുക്കൊരു അനുഗ്രഹമാണ്. തുടർന്ന് ഉദ്ഘാടകരെ മൊമെന്റോ നൽകി ആദരിച്ചു. ജോഷി ജോർജ് എഴുതിയ അസാധ്യമായതിനെ സാധ്യമാക്കുവാൻ എന്ന പുസ്തകം സ്കൂൾ ഹെഡ് മിസ്റ്റേഴ്സ് IC വിജയലക്ഷ്മിക്ക് സമ്മാനിച്ചു. PTA പ്രസിഡന്റ് നിഷ രജീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം നമ്മൾ എല്ലാ വർഷവും ഇവിടെ ആഘോഷിക്കാറുണ്ട്. ഈ വർഷവും നിങ്ങളെ കുട്ടികളെ പോസ്റ്ററുകളും പ്ലക്കാർഡുകളും അതുപോലെ തന്നെ കൂട്ടുകാർക്ക് തൈകൾ പരസ്പരം നൽകുവാൻ തൈകളും കൊണ്ടുവന്നിട്ടുണ്ട്. പരിസ്ഥിതിയുടെ പ്രാധാന്യം നമ്മുടെ കുട്ടികളിൽ അതിൻ്റെ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതാണ് നിങ്ങളെ കൊണ്ട് ഈ പ്ലക്കാർഡുകൾ തയ്യാറാക്കിക്കുന്നതും ചാർട്ട് ഉണ്ടാക്കിക്കുന്നതും ഇതുപോലെ വൃക്ഷ തൈകൾ വിതരണം ചെയ്യുന്നതും എല്ലാം കൊണ്ടും ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി സംരക്ഷണം, അതിന്റെ പ്രാധാന്യം നിങ്ങളിൽ വളർത്തുക എന്നതാണ്. ഹെഡ് മിസ്റ്റേഴ്സ് വിജയലക്ഷ്മി, മാനേജ്മെന്റ് അംഗം സദാശിവൻ, അധ്യാപകരായ സരിത മോൾ MS, സ്മിത, സരിതാദേവി എന്നിവർ ആശംസകൾ നേർന്നു. ഈ ദിനം നമ്മൾ എല്ലാ വർഷവും നമ്മൾ കൊണ്ടാടുന്നുണ്ട്. കുട്ടികളായ നിങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. ചെറുപ്പത്തിലേ നമ്മൾ തുടങ്ങിയാലാണ് വലുതാവുമ്പോൾ നല്ല കുട്ടികളായി പ്രകൃതിയെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ പ്രകൃതിയിൽ, കേട്ടോ. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. കുട്ടികൾ എല്ലാവരും തന്നെ ഫലവൃക്ഷ തൈകൾ കൊണ്ടുവന്നിരുന്നു. കൂട്ടുകാർക്ക് പരസ്പരം ഫലവൃക്ഷ തൈകൾ കൈമാറി. വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായാണ് തൈകൾ നൽകിയത്. പരിസ്ഥിതി സംരക്ഷണ സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടി ശ്രദ്ധേയമായി. കുട്ടികളും അധ്യാപകരും ജീവനക്കാരും ഭൂരിഭാഗം പേരും പച്ചവസ്ത്രം ധരിച്ചാണ് എത്തിയത്. അധ്യാപികയും PTA വൈസ് പ്രസിഡന്റുമായ ധന്യ നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, പെരുമ്പാവൂർ.